നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്ന പേപ്പറിലെ രണ്ടാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റായ കൾച്ചറൽ ഡെസ്റ്റിനേഷൻസ് ഇൻ ഇന്ത്യ ആൻഡ് ദെയർ സിഗ്നിഫിക്കൻസ് എന്ന പാഠഭാഗമാണ്. അപ്പം ഇതിൽ ആദ്യമായിട്ട് പഠിക്കാനുള്ളത് ശാന്തിനികേതനെ കുറിച്ചിട്ടാണ്. അപ്പൊ ശാന്തിനികേതൻ ബംഗാളിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. 1901 രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളില് ബിൽഡ് ചെയ്യപ്പെട്ട ഒരു സ്ഥലമായിട്ടാണ് ശാന്തിനികേതനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഇത് ഒരു റെസിഡൻഷ്യൽ സ്കൂളായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. മാത്രമല്ല ഒരു ഹോളിസ്റ്റിക് എഡ്യൂക്കേഷണൽ പർപ്പസ് ആയിട്ടാണ് ഈ ഒരു ശാന്തിനികേതൻ തുടങ്ങിയത്. അതായത് ആർട്ട്, എഡ്യൂക്കേഷൻ, കൾച്ചറിനെ കുറിച്ചിട്ടുള്ള ഒരു നോളജ്, നേച്ചറുമായിട്ടുള്ള ഒരു നോളജ് തുടങ്ങിയിട്ടുള്ള എല്ലാ ഒരു ഹോളിസ്റ്റിക് എഡ്യൂക്കേഷണൽ പർപ്പസിനാണ് ഈ ഒരു ശാന്തിനികേതൻ രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളിൽ തുടങ്ങിയത്. അപ്പം ഇതിന്റെ ലേണിങ്സ് ഒക്കെ ബേസ് ചെയ്തിരിക്കുന്നത് ആൻഷ്യന്റ് ഇന്ത്യൻ ട്രഡീഷനിലാണ്. അപ്പൊ ഇത് വിശ്വസിച്ച് പോരുന്നത് ഗുരുകുല സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് ശാന്തിനികേതനെ പറയുന്നത്. അതായത് ഒരു ഗുരുകുലം സിസ്റ്റം ആകുമ്പോൾ അവിടെ ഒരു ടീച്ചിങ്സ് മാത്രമല്ല നടക്കുന്നത്, പകരം സെൽഫ് കെയർ, ഒരു ഇൻഡിവിജ്വൽ എന്ന രീതിക്ക് എങ്ങനെ നമ്മൾ ജീവിക്കണം എന്നുള്ള കാര്യങ്ങളെ പൂർണ്ണമായും പറഞ്ഞു കൊടുക്കുന്ന, പഠിപ്പിക്കുന്ന, എക്സ്പീരിയൻസ് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഗുരുകുല സമ്പ്രദായം. അപ്പം ആ ഒരു സിസ്റ്റത്തെ ഫോളോ ചെയ്തുകൊണ്ടാണ് ശാന്തിനികേതൻ വർക്ക് ചെയ്യുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അതായത് നാച്ചുറൽ എൻവിറോൺമെന്റിനെ കുറിച്ചിട്ടും സ്റ്റുഡന്റ് ടീച്ചർ റിലേഷൻഷിപ്സിനെ കുറിച്ചിട്ടും ഒക്കെ പ്രാവർത്തികമായ ഒരു അറിവാണ് ഇവിടെ പകർന്നു കൊടുക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ബേസിക് എസൻസ് എന്ന് പറയുന്നത് ടാഗോറിന്റെ ഒരു ഫിലോസഫിയാണ്. അതായത് ദ വേൾഡ് വുഡ് ഫോം എ സിംഗിൾ നെസ്റ്റ്. ഒരു സിംഗിൾ നെസ്റ്റ് ആയിട്ടാണ് വേൾഡ് ഫോം ചെയ്യുന്നത്. അതായത് ഒരു മനുഷ്യൻ ഒരു ഭൂമിയിലേക്ക് ജീവിച്ചാല് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പ്രാപ്തനായിരിക്കണം, എല്ലാ കാര്യങ്ങളും ഒരു കുടക്കീഴിലാണ് എന്നുള്ള രീതിക്കാണ് ആ ഒരു ഫിലോസഫിയുടെ പാർട്ടായിട്ടാണ് ശാന്തിനികേതൻ തുടങ്ങിയത്. അപ്പം ഇവിടെ ആ ഒരു വിഷൻ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ, നേച്ചർ, മ്യൂസിക്, ആർട്ട്, കൾച്ചർ തുടങ്ങിയിട്ടുള്ള എല്ലാ ഫോർമുലേഷൻസും കമ്പൈൻ ചെയ്തുകൊണ്ടാണ് ശാന്തിനികേതനിലെ എഡ്യൂക്കേഷണൽ സിസ്റ്റം പോകുന്നത്. പറഞ്ഞു ആൻഷ്യന്റ് ഇന്ത്യൻ ട്രഡീഷൻ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം ഒരു മനുഷ്യനെ ജീവിക്കാൻ പ്രാപ്തിയാക്കുന്ന രീതിക്കുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് ശാന്തിനികേതൻ പ്രവർത്തിച്ചു വരുന്നത്. അടുത്തത് പറയാൻ പോകുന്നത് വർദ്ധയാണ്. അപ്പൊ വർദ്ധ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് മഹാരാഷ്ട്രയിലാണ്. ഇതൊരു കൾച്ചറലി ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടെ ഇതിൽ ഉൾപ്പെടുന്നു. അതായത് രാഷ്ട്രഭാഷ പ്രചാർ സമിതിയും ഓൾ ഇന്ത്യ വില്ലേജ് ഹാൻഡിക്രാഫ്റ്റ് അസോസിയേഷനും കൂടെ ഉൾപ്പെടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒരു സിറ്റിയാണ് വർദ്ധ. അപ്പോൾ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൾച്ചറൽ ലാൻഡ്മാർക്സും ഈ ഒരു വർദ്ധയിലുണ്ട്. അതായത് ശ്രീലക്ഷ്മി നാരായൺ മന്ദിർ, വിശ്വശാന്തി സ്തൂപ, സെവേഗ്രാം, ശിക്ഷാ മന്ദിർ, ഗാന്ധിഗ്യാൻ മന്ദിർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൂടെ ഉൾപ്പെടുന്നതാണ് വർദ്ധ. അപ്പൊ ലക്ഷ്മി നാരായൺ മന്ദിറാണ് ഇതിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ലാൻഡ്മാർക്ക് ഉള്ളത്. കാരണം ഈ മന്ദിറാണ് ഇന്ത്യയിലെ അൺടച്ചബിൾസിനെല്ലാം കൂടെ ആദ്യമായിട്ട് അൺടച്ചബിൾസിനും കൂടെ ഗേറ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു മന്ദിറാണ് ഇത്. അതുകൊണ്ട് തന്നെ ലക്ഷ്മി നാരായൺ മന്ദിറാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നതും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ലോകത്തിന് മുമ്പിൽ തിരിച്ചറിയപ്പെട്ട ഒരു മന്ദിർ കൂടെയാണിത്. അപ്പൊ വർദ്ധ ഇതിന്റെ നെയിം കിട്ടിയിട്ടുള്ളത് വർദ്ധ റിവറിൽ നിന്നാണ്. അത് നോർത്തേൺ, വെസ്റ്റേൺ ആൻഡ് സൗത്തേൺ ബൗണ്ടറീസിലൊക്കെ കൂടെ സഞ്ചരിക്കുന്ന വർദ്ധ റിവറിൽ നിന്നാണ് വർദ്ധയ്ക്ക് ഈ ഒരു പേര് കിട്ടിയിട്ടുള്ളത്. അടുത്ത് പഠിക്കാനുള്ളത് തുഞ്ചൻ പറമ്പിനെ കുറിച്ചിട്ടാണ്. അപ്പം കേരളത്തിലാണ് ഈ ഒരു തുഞ്ചൻ പറമ്പ് സിറ്റുവേറ്റ് ചെയ്തത് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ തിരൂർ എന്ന സ്ഥലത്താണ് തുഞ്ചൻ പറമ്പ് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പം ഇത് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് തുഞ്ചത്ത് എഴുത്തച്ഛന്റെ പേരിലാണ്. അദ്ദേഹം മലയാള ഭാഷയുടെ പിതാവായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പൊ തുഞ്ചത്ത് എഴുത്തച്ഛന്റെ പേരിലാണ് ഈ ഒരു തുഞ്ചൻ പറമ്പ് അറിയപ്പെടുന്നത്. തുഞ്ചത്ത് എഴുത്തച്ഛനായിട്ടൊരു സ്മാരകം തന്നെ അവിടെ പണിതിട്ടുമുണ്ട്. അതായത് അവരുടെ നോളജ്, എഡ്യൂക്കേഷൻ, അവരുടെ വിഷൻ, മിഷൻ ഈ കാര്യങ്ങളൊക്കെ ലോകത്തിലേക്ക് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളൊരു
എയിമിലാണ് ഈ ഒരു സ്മാരകം തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് മലയാള ഭാഷയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ്. അപ്പം ഇന്നും മലയാള ഭാഷയുടെ ഇമ്പോർട്ടൻസ് അറിയാത്ത ആൾക്കാർക്ക് അറിയിപ്പിക്കാൻ വേണ്ടിയിട്ടും ഒരുപാട് ലെക്ചേഴ്സ്, സെമിനാർസ്, ഒരുപാട് പ്രോഗ്രാംസ് ഇന്നും കണ്ടക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം ഇത് ഒരു ലിറ്ററലി നോളജ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തുഞ്ചത്ത് എഴുത്തച്ഛൻ സ്മാരകം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പം ആ ഒരു എയിമോട് കൂടെ തന്നെയാണ് ഇത് തുടങ്ങിയിട്ടുള്ളത്. അപ്പം ഇത് വിശ്വസിച്ചു പോരുന്നത് തുഞ്ചത്ത് എഴുത്തച്ഛൻ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ 16-ാം നൂറ്റാണ്ട് മുതൽ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു നോളജ് പ്രൊവൈഡ് ചെയ്ത് വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് കൂടെയാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പം ഇവിടെ വെച്ചിട്ടാണ് മലയാള ഭാഷയെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചതും മലയാള ഭാഷയുടെ റീക്രിയേറ്റ് ചെയ്തതും അദ്ദേഹം ഈ സ്ഥലത്ത് വെച്ചിട്ടാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഇത് ഇന്നത്തെ കാലത്ത് ഈ ഒരു സ്മാരകം മലയാളം ലാംഗ്വേജിന്റെ, അതായത് വേരിയസ് ആർക്കിടെക്ട്സ്, അതായത് മലയാളത്തിന്റെ സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള മലയാളം ലിറ്ററേച്ചർ മ്യൂസിയം, സരസ്വതി മണ്ഡപം, ലൈബ്രറി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയും ഇന്നും ഇവിടെ പ്രവർത്തിച്ചു പോരുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഇത് ഈ ഒരു തുഞ്ചൻ പറമ്പ് ഒരുപാട് ഡിസ്ട്രക്ഷന് വിധേയമായിട്ടുണ്ട്. അതിനുശേഷം KP കേശവ മേനോനാണ് ഈ ഒരു സൈറ്റ് റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നേതൃത്വം നൽകിയത്. അതായത് മലയാള ഭാഷയുടെ പിതാവായിട്ടാണല്ലോ അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പം ആ ഒരു ഭാഷയ്ക്ക് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളൊരു വിഷനോടെയാണ് ഇത് തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് അൺയൂസ്ഡ് ആയിട്ടായിരുന്നു കടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ 1906 ഒക്ടോബറിൽ വിദ്വാൻ മാനവിക്രമൻ ഏട്ടൻ രാജ ഈ ഒരു പ്ലേസ് മീറ്റ് ചെയ്യുകയും ഇവിടെയുള്ള മലയാള ഭാഷ പ്രഗത്ഭരെ മീറ്റ് ചെയ്ത് ഇവിടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയും അതിന്റെ ഭാഗമായിട്ടാണ് KP കേശവ മേനോൻ ഈ ഒരു സൈറ്റിന്റെ ഒരു റിവൈവിന് വേണ്ടിയിട്ട് നേതൃത്വം നൽകിയത്. അങ്ങനെ 1954 ഒരു കമ്മിറ്റി രൂപീകരിക്കപ്പെടുകയും ഈ ഒരു സൈറ്റിന്റെ കൺസ്ട്രക്ഷൻ വീണ്ടും റീബിൽഡ് ചെയ്യുകയും ചെയ്തു. അപ്പൊ ഇന്നും ഈ ഒരു തുഞ്ചൻ പറമ്പ് ഒരുപാട് ആർട്ടിസ്റ്റുകളെയും എഴുത്തുകാരെയും വായനക്കാരെയും ഒരുപോലെ വിസ്മയിപ്പിച്ചുകൊണ്ടും ഒരുപാട് സെമിനാറുകളും ലെക്ചർ ഫോംസും നടക്കുന്ന ഒരു വിശിഷ്ട ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് തന്നെയാണ് ഇന്നും തുഞ്ചൻ പറമ്പ് പ്രവർത്തിക്കുന്നത്. അടുത്ത് പറയാനുള്ളത് തഞ്ചാവൂരാണ്. അപ്പം തഞ്ചാവൂരിന് ഒരു റിച്ച് ഹിസ്റ്ററിയും കൾച്ചറൽ ട്രഡീഷനും തന്നെയുണ്ട്. അപ്പം ഈ ഒരു ട്രഡീഷൻ തഞ്ചാവൂർ പെയിന്റിങ്സിലും അവരുടെ ഡാൻസ് ഫോംസിലും അവരുടെ ടീച്ചിങ്സിലും എല്ലാം ഇന്നും നിലനിന്ന് പോരുന്നു. അതിലൂടെയൊക്കെ റിഫ്ലക്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഇവിടെ മെയിൻ ആയിട്ട് കളക്റ്റീവ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ ഒരു കൾച്ചറൽ ഫോം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പെനിൻസുലയുടെ ഒരു കൾച്ചറൽ ക്യാപിറ്റൽ ആയിട്ട് കൂടെ ഈ ഒരു തഞ്ചാവൂർ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 3 ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ് തഞ്ചാവൂരിന് ഗ്രാന്റ് ചെയ്തത്. ഒന്ന് തഞ്ചാവൂർ വീണ, തഞ്ചാവൂർ ഡോൾസ്, തഞ്ചാവൂർ പെയിന്റിങ്സ്. അതായത് ഈ കാര്യങ്ങളിലൊക്കെയും ഈ തഞ്ചാവൂരിന്റെ ട്രഡീഷണൽ അല്ലെങ്കിൽ ആൻഷ്യന്റ് ആയിട്ടുള്ള കൾച്ചറൽ ഹെറിറ്റേജ് റിഫ്ലക്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ തഞ്ചാവൂരിൽ നടക്കുന്ന ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ഫെസ്റ്റിവൽസ് ആണ് തഞ്ചാവൂർ ഡാൻസും കർണാട്ടിക് മ്യൂസിക്കും. ഇപ്പൊ തഞ്ചാവൂർ ഡാൻസിനെ നാട്യാഞ്ജലി ഡാൻസ് ഫെസ്റ്റിവൽ എന്നും പറയുന്നു, കർണാട്ടിക് മ്യൂസിക് ഫെസ്റ്റിവൽ. അപ്പം ഈ 2 ഫെസ്റ്റിവൽസ് ആണ് ഇവിടെ ഏറ്റവും ഫോർമോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫെസ്റ്റിവൽസ്. അപ്പൊ തഞ്ചാവൂർ ഡാൻസ് ഫെസ്റ്റിവലിൽ ഒരുപാട് നൃത്തകന്മാരും നൃത്തം അഭ്യസിക്കുന്ന നർത്തകരാണ് ഏറ്റവും കൂടുതലായിട്ടും ഇവിടെ വന്ന് ഈ ഒരു ഫെസ്റ്റിവലൊക്കെ നടക്കുന്ന സമയത്ത് അവിടെയുള്ള ലോകത്തിലെ എല്ലാ ആൾക്കാരും പങ്കുചേരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതേപോലെ തന്നെ ഫോർമോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ കൂടെയാണ് കർണാട്ടിക് മ്യൂസിക് ഫെസ്റ്റിവൽ. അപ്പൊ ഒരുപാട് മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള മ്യൂസീഷ്യൻസ്മാര്, പാട്ടുകാര് തുടങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ ഈ ഒരു ഫെസ്റ്റിവലിൽ പങ്കെടുക്കും എന്നുള്ളതാണ് പറയുന്നത്. മാത്രവുമല്ല ഈ ഒരു തഞ്ചാവൂര് ഏറ്റവും കൂടുതലും പിന്നീട് ഫേമസ് ആയിട്ടുള്ള ഒന്നാണ് അവരുടെ വീണ. അപ്പം ആ ഒരു വീണ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത് തഞ്ചാവൂരിലെ ഒരു നമ്മൾ പറഞ്ഞു തഞ്ചാവൂർ വീണ അതേപോലെ ഡാൻസ് ഫെസ്റ്റിവൽ, മ്യൂസിക് ഫെസ്റ്റിവലിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടിയിട്ടുള്ളതെന്ന്. അപ്പം ഈ ഒരു തഞ്ചാവൂർ ഡാൻസ് ഫെസ്റ്റിവൽ നടക്കുന്നത് ബൃഹദേശ്വര ടെമ്പിളിലാണ്. ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് നടക്കുന്നത്
ഈ ഒരു ഡാൻസേഴ്സിന്റെ ശിവ മോഡലിലാണ് ഈ ഒരു മ്യൂസിക്കും അതേപോലെ ഡാൻസും ഒക്കെ നടക്കുന്നത്. അതായത് ശിവഭഗവാന്റെ വർഷിപ്പിലാണ് ഈ ഒരു മ്യൂസിക്കും ഡാൻസും ഒക്കെ നടക്കുന്നത്. ഇപ്പൊ കർണാട്ടിക് മ്യൂസിക് ഫെസ്റ്റിവൽ നടക്കുന്നത് ഏകദേശം ഡിസംബറും ജനുവരിയിലും ഒക്കെയാണ്. അതേപോലെ തന്നെ ഈ ഒരു തഞ്ചാവൂർ ഏറ്റവും പ്രാധാന്യം നേടിയ ഒന്നുകൂടെയാണ് തഞ്ചാവൂർ വീണ. അപ്പൊ അത് രഘുനാഥ് നായകാണ് ഈ ഒരു അതായത് തഞ്ചാവൂർ കിങ്, നായക് ദിനാസ്തി തഞ്ചാവൂരിൽ അറിയപ്പെടുന്ന ഒരു കിങ് ആണ്. അപ്പൊ അദ്ദേഹമാണ് ഈ ഒരു തഞ്ചാവൂർ വീണയുടെ പ്രൊഡ്യൂസർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ഈ 3 കാര്യങ്ങൾക്കാണ് വീണ, തഞ്ചാവൂർ വീണ, അതേപോലെ തഞ്ചാവൂർ പെയിന്റിങ്സ്, തഞ്ചാവൂർ ഡോൾസ്, ഇതിൽ ഈ 3 കാര്യങ്ങൾക്കാണ് ഇന്ത്യൻ ഗവൺമെന്റിൽ നിന്നും ഗ്രാന്റ് ലഭിച്ചത് ഈ ഒരു തഞ്ചാവൂർ പ്ലേസിന്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് തഞ്ചാവൂരിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അതായത് ഒന്നുമല്ല, ഈ 3 അതായത് ഗവൺമെന്റിൽ നിന്നും ഗ്രാന്റ് കിട്ടിയ ഈ 3 കാര്യങ്ങൾ, തഞ്ചാവൂർ വീണ, തഞ്ചാവൂർ ഡോൾസ്, തഞ്ചാവൂർ പെയിന്റിങ്സ്. കാരണം ഇവരിലൊക്കെയും ഈ തഞ്ചാവൂരിന്റെ ട്രഡീഷണൽ അല്ലെങ്കിൽ ആൻഷ്യന്റ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കലും അവരുടെ കൾച്ചറൽ ഹെറിറ്റേജ്, അവരുടെ റിലീജിയസ് കാര്യങ്ങളെല്ലാം റിഫ്ലക്ട് ആയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇവരുടെ ഓൾമോസ്റ്റ് 2 മെയിൻ ഫെസ്റ്റിവൽസ് ആണ് അവരുടെ ഡാൻസ്, കർണാട്ടിക് ഡാൻസ് ഫെസ്റ്റിവലും നാട്യാഞ്ജലി ഫെസ്റ്റിവലും, അതായത് തഞ്ചാവൂർ ഡാൻസ് ഫെസ്റ്റിവലും. അപ്പം ഇവിടെയൊക്കെ ഒരു ശിവ ഗോഡിനെ വർഷിപ്പ് ചെയ്തുകൊണ്ട് അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടാണ് ഈ 2 ഫെസ്റ്റിവൽസ് മെയിൻ ആയിട്ട് നടക്കുന്നത്. പിന്നെ തഞ്ചാവൂരിന്റെ തന്നെ ഫേമസ് ആയിട്ടുള്ള കിങ് ആണ് ഈ ഒരു തഞ്ചാവൂർ വീണ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടതായിട്ട് അറിയപ്പെടുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് തഞ്ചാവൂരിൽ പറയാനുള്ളത്. അടുത്തത് തിരുച്ചിറപ്പള്ളിയാണ്. അപ്പൊ കാവേരി നദിയുടെ തീരത്തായിട്ടാണ് ഈ ഒരു തിരുച്ചിറപ്പള്ളി ഏറ്റവും കൂടുതൽ സ്ഥിതി ചെയ്യപ്പെടുന്നത്. അപ്പം ഇത് അറിയപ്പെടുന്നത് അതായത് ഈ ഒരു കാവേരി നദിയുടെ തീരത്തായിട്ടാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ പാറകളുടെ നഗരമായിട്ടാണ് തിരുച്ചിറപ്പള്ളി അറിയപ്പെടുന്നത്. തമിഴ്നാട്ടിലെ ഒരു പ്രശസ്തമായ സ്ഥലം തന്നെയാണ് തിരുച്ചിറപ്പള്ളി. അപ്പൊ എന്തുകൊണ്ടായിരിക്കും പാറകളുടെ സ്ഥലം എന്നറിയപ്പെടുന്നത്? കാരണം 3800-3800 പഴക്കം ചേർന്ന പാറക്കെട്ടുകൾ ഉള്ള ഒരു സ്ഥലമായിട്ടാണ്, അതുകൊണ്ടാണ് ഇതിനെ പാറകളുടെ നാട് എന്ന് അറിയപ്പെടുന്നത്. 3800 പഴക്കമുള്ള ഒരു പാറകളുടെ കൂട്ടമാണ് അവിടെ തിരുച്ചിറപ്പള്ളിയിൽ ഉള്ളത്. അതായത് ഹിമാലയൻ പാറകളെക്കാൾ കൂടുതൽ പഴക്കം ചേർന്ന പാറകളാണ് തിരുച്ചിറപ്പള്ളിയിൽ ഉള്ളത്. അങ്ങനെയാണത് പാറകളുടെ നഗരം എന്ന് ഇത് അറിയപ്പെടാൻ തുടങ്ങിയത്. അപ്പം ഇവിടെ ഏറ്റവും കൂടുതലും ആൾക്കാരെ ആകർഷിക്കപ്പെടുന്നത് ഇവിടെ കാണുന്ന റോക്ക് ഹാർട്ട് തന്നെയാണ്. റോക്ക് ഹാർട്ട് അല്ലെങ്കിൽ പാറക്കോട്ടെ കോവിലാണ് ഇവിടെ ഏറ്റവും കൂടുതലും ആൾക്കാരെ ആകർഷിക്കപ്പെടുന്നത്. കാരണം വേറൊന്നുമല്ല, പാറകളുടെ മുകളിലായിട്ട് ഒരു ഗുഹ പോലെയാണ് ആ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഈ ഇത്രയധികം പാറക്കെട്ടുകൾ ഇവിടെ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഐതിഹ്യങ്ങളും ഒരുപാട് ഡിഫറെന്റ് ഇന്റർപ്രിട്ടേഷൻസുമാണ് അതിന് നടക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ പ്രധാനമായും അറിയപ്പെടുന്ന ഒരു സ്റ്റോറിയാണ് സർപ്പരാജാവായ ആദിശേഷനും വായു ഭഗവാനും തമ്മിലുണ്ടായ യുദ്ധത്തിന്റെ ഫലമായിട്ട് ഹിമാലയയിൽ നിന്നും അടർന്നു വീണിട്ടുള്ള പാറകൾ എന്നാണ് അത് അറിയപ്പെടുന്നത്. അപ്പം ഇങ്ങനെയാണ് അത്രയധികം പാറകൾ ഈ ഒരു തിരുച്ചിറപ്പള്ളിയിൽ വന്നു പെട്ടത് എന്നാണ് ഒരു കഥ പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അത്രയധികം പാറക്കെട്ടുകൾ ഉള്ളത് കൊണ്ടാണ് തിരുച്ചിറപ്പള്ളിയെ ഇങ്ങനെ പാറക്കോട്ടുകളുടെ നാട് ആയിട്ട് വിശേഷിപ്പിക്കുന്നത്. അപ്പം ഇതാണ് ഇപ്പൊ തിരുച്ചിറപ്പള്ളി ഒരു റോക്ക് ഹാർട്ട് ആയിട്ട് കൂടെ അറിയപ്പെടുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ ഒന്നാമത് നമ്മൾ പറഞ്ഞിരുന്നത് ശാന്തിനികേതനെ കുറിച്ചിട്ടാണ്. അപ്പൊ ശാന്തിനികേതൻ എന്ന് പറയുന്നത് ആൻഷ്യൻ ട്രഡീഷണൽ മോഡേണിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ്. അതായത് ഗുരുകുലം സിസ്റ്റവും കൂടെ ഫോളോ ചെയ്തിരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ശാന്തിനികേതൻ എന്ന് പറഞ്ഞു. കാരണം ഒരു മനുഷ്യൻ ജനിച്ചു കഴിയുമ്പോൾ എങ്ങനെയൊക്കെ ജീവിക്കണം എന്നുള്ളത് ഏറ്റവും കൂടുതലും പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്ലേസ് ആയിട്ടാണ് ഇത് പറയുന്നത്. ഇത് ഉണ്ടാവാനുള്ള റീസൺ ടാഗോറിന്റെ ഫിലോസഫിയാണ്. അതായത് ദ വേൾഡ് വുഡ് ഫോം എ സിംഗിൾ നെസ്റ്റ് എന്നുള്ള ആ ഒരു ഫിലോസഫിയിൽ നിന്നുമാണ് ഈ ഒരു ശാന്തിനികേതൻ എന്നുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോം ചെയ്തത്. പിന്നെ വർദ്ധയാണ് പറഞ്ഞത്. വർദ്ധയ്ക്ക് ഈ ഒരു നെയിം കിട്ടിയത് വർദ്ധ റിവറിൽ നിന്നാണ്. അപ്പൊ ഇതും ഒരു കൾച്ചറലി ആൻഡ് റിലീജിയസ്ലി ഒക്കെ പ്രാധാന്യം കിട്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ് വർദ്ധ. അപ്പം ഇത് ഏറ്റവും കൂടുതലും കംപ്രൈസ് ചെയ്യുന്നത് ശ്രീലക്ഷ്മി നാരായൺ മന്ദിർ, വിശ്വശാന്തി സ്തൂപ, സെവേഗ്രാം ശിക്ഷൻ മന്ദിർ, ഗാന്ധിഗ്യാൻ മന്ദിർ തുടങ്ങിയിട്ടുള്ള ഒക്കെ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടതാണ് ഈ ഒരു വർദ്ധ എന്ന് പറയുന്നത്.
പിന്നീട് നമ്മൾ പഠിച്ചത് തിരുച്ചിറപ്പള്ളിയെ കുറിച്ച് പറഞ്ഞു. അതായത് പാറകളുടെ നാട് എന്നാണ് തിരുച്ചിറപ്പള്ളി അറിയപ്പെടുന്നത്. കാരണം ഒരുപാട് പാറക്കെട്ടുകൾ നിറഞ്ഞ സ്ഥലമാണ് ഈ തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളി എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ പറഞ്ഞത് തഞ്ചാവൂരാണ്. അപ്പൊ തഞ്ചാവൂരിൽ ഏറ്റവും പ്രധാനമായിട്ടും, അതായത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഗ്രാന്റ് കിട്ടിയത് തഞ്ചാവൂർ വീണ, തഞ്ചാവൂർ പെയിന്റിങ്സ്, തഞ്ചാവൂർ ഡോൾസ് ഒക്കെയാണ്. കാരണം അതിൽ തഞ്ചാവൂരിന്റെ ഒരു ഹിസ്റ്ററി തന്നെ റിഫ്ലക്ട് ചെയ്യപ്പെടുന്നതായിട്ടാണ് പറയുന്നത്. അതിന്റെ ഏറ്റവും ഫോർമോസ്റ്റ് ആയിട്ടുള്ള ഫെസ്റ്റിവൽസ് ആണ്, ഇമ്പോർട്ടൻറ്റ് ഫെസ്റ്റിവൽസ് ആണ് തഞ്ചാവൂരിലെ കർണാട്ടിക് ഫെസ്റ്റിവലും ഡാൻസ് ഫെസ്റ്റിവലും. അപ്പൊ ഇത് പ്രധാനമായിട്ടും അവര് ശിവഭഗവാന്റെ ഫോമിലാണ് ഇത് കാണിക്കപ്പെടുന്നത്, അവർ ആഘോഷിക്കപ്പെടുന്നത് എന്നാണ് പറഞ്ഞത്. പിന്നെ തുഞ്ചൻ പറമ്പാണ്. തുഞ്ചൻ പറമ്പ് കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ തിരൂരിലാണ് സിറ്റുവേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം എഴുത്തച്ഛൻ, അതായത് മലയാള ഭാഷയുടെ പിതാവ് എഴുത്തച്ഛന്റെ പേരിലാണ് തുഞ്ചൻ പറമ്പ് അറിയപ്പെടുന്ന ഒരു സ്മാരകം തന്നെയുണ്ട്. മലയാള ശ്രേഷ്ഠ ഭാഷ എന്നറിയപ്പെടുന്ന മലയാളത്തിന്റെ പവിത്രതയും മലയാളത്തിന്റെ ഇമ്പോർട്ടൻസും അറിയിക്കാനും ആ ഒരു വിഷൻ കൊടുക്കാനും എന്നുള്ളൊരു എയിമിലാണ് തുഞ്ചൻ പറമ്പ് ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോഴും ഒരുപാട് സെമിനാർസും പ്രോഗ്രാംസും നടത്തുന്നുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാഠഭാഗത്ത് പഠിക്കാനുണ്ടായിരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.